അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മുരിങ്ങയിലിട്ടാണ് ചോറുണ്ടാക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, തളിരില ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഡയറക്റ്റ് നമ്മൾ ഇപ്പം മുട്ടയിട്ട് പൊരിക്കണതിനേക്കാൾ എല്ലാം നല്ലത് ചോറിനകത്ത് മുരിങ്ങയിലിട്ട് വേവിച്ച് കഴിക്കുന്നത് തന്നെ. അതൊരു യൂഷ്വൽ പ്രാക്ടീസാണ് കേട്ടോ. ബിക്കോസ് ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നാട്ടിലാവുമ്പോൾ ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പം ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയിലിട്ട് ചോറും മുരിങ്ങയിലും മുട്ടയും കൂടി പൊരിച്ചതും അവിയലും മാങ്ങാക്കറി ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ചുമന്ന കളറുള്ള മാങ്ങാക്കറി. അച്ചാറ് പോലെയല്ല, വിനാഗിരി ഒഴിക്കത്തില്ല. നിറയെ കായവും ഉലുവയും കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളി വഴറ്റി, ചെറിയ ഉള്ളി വഴറ്റി, കരിവേപ്പില ഇട്ട്, പച്ചമുളക് വേണമെങ്കിൽ ഇട്ടിട്ട്, കാശ്മീരി ചില്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ട് അതിനകത്തേക്ക് മാങ്ങ ഇട്ടിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലെടുക്കുക. അപ്പോൾ ഒരു കുറേ ദിവസം കടയിരിക്കും കേട്ടോ. ഈ മാങ്ങ ഞാൻ മേടിച്ചത് 1 കിലോ ഇവിടെ 60 രൂപ, അതായത് 6×5 30, 300 രൂപയ്ക്കാണ് എനിക്ക് മാങ്ങ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാങ്ങ എടുത്ത് കറിയും വെച്ച് ബാക്കി മാങ്ങയുടെ സീഡിൽ ഉണ്ടായിരുന്ന അതെടുത്ത് ഞാൻ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചില്ല കേട്ടോ. ഉപ്പും സവോളയും മുളക് പൊടിയും കൂടി നല്ലോണം അരച്ച് അതൊരു ചമ്മന്തിയാക്കി കേട്ടോ. പിന്നെ ഈ അവിയൽ നല്ലതാണല്ലോ. നമുക്ക് എത്ര കറികളുണ്ടെങ്കിലും നമ്മൾ അവിയൽ കഴിക്കണതിൻ്റെ ആ ഒരു ഗുണം വേറെ എന്ത് കറി കഴിച്ചാലും കിട്ടത്തില്ല. ഓൾ ദി വെജിറ്റബിൾസ്, വാട്ട് വെജിറ്റബിൾസ് നമുക്ക് അതിനകത്തിട്ടിട്ട് അവിയൽ ഉണ്ടാക്കാം. മാങ്ങാക്കറി മാത്രം മതി കേട്ടോ. പാലക്കാട്ടുകറി മാങ്ങാക്കറി മാത്രം മതി നമുക്ക് ചോറുണ്ടാകാനായിട്ട്. വേറെ ഒരു കറി വേണ്ട. അച്ചാറിനേക്കാളും ടേസ്റ്റാണ്, കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം നല്ലോണം തിളയ്ക്കണം എന്ന് മാത്രം. ഫ്രിഡ്ജിലൊരു കുപ്പിക്കകത്ത് ആക്കി വെച്ച് പുറത്ത് വെച്ചാൽ കൊള്ളൂല്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് ചൂടാക്കി വെക്കണം. പക്ഷേ അകത്ത് വയ്ക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നും പറയാനില്ല. മുരിങ്ങയിലിട്ട ചോറ് നമ്മൾ എപ്പോൾ കഴിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കഴിച്ചോളൂ. അത്രയ്ക്ക് അതിന് ഗുണം ഉണ്ടാവും കേട്ടോ.